ലക്ഷ്മി വീട്ടേ ഹായ്. സൺഗ്ലാസ് വെച്ച നേരെ നമുക്ക് അബു കട്ടറിൽ പോയാലോ? അബു കട്ടറ, ചലോ അബു കട്ടറ. അബു കട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിവിടെ എന്റെ ഓർമ്മ വെച്ച ആള് മുതൽ അബു കട്ടറ ഞാൻ പോകുന്നൊരു സ്ഥലമാണ്. 2021 മുതൽ 2021 കാരണം അറിയാം, ഞാൻ അന്ന് ഇങ്ങോട്ട് വരുന്നേരം സെപ്റ്റംബർ ഫൈൻ അടച്ച ഇതില്ലേ, അതിന്റെ സംഭവം ഞാൻ ബുക്ക് മാർക്കായിട്ട് വെക്കല്. അപ്പൊ അത് ബുക്ക് മാർക്ക് ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ബുക്ക് റിട്ടേൺ ചെയ്യാൻ പോയപ്പോൾ ആ ബുക്ക് മാർക്ക് അതിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയോ 2021 ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഓക്കെ, അപ്പൊ അന്നല്ല നെക്സ്റ്റ്, അതായത് എന്റെ PCR കഴിഞ്ഞ് ഞാൻ ഫ്രീ ടു റോം എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ സ്ഥലമാണ് അബു കട്ടറ. അത് ചെറിയൊരു കഫറ്റീരിയ ആണ്. ഒരു ഇവന്റെ പണ്ടത്തെ സൈറ്റിന്റെ അടുത്തുള്ള എന്താ പറയാ, നമ്മളെ ഒരു ഗോ ടു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണ്. കാരണം നല്ല റോൾസ്, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. എന്താ നിനക്ക് വയ്യടാ? അപ്പം പറഞ്ഞു വന്നത് നമ്മള് അബു കട്ടറ. സോ അവിടെ നല്ല റോള്, ചായ, സമൂസ ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഒരു ചായ. ഈ കഥ നീ എന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കഥ എത്രത്തോളം ട്രൂ ആണ് എന്നുള്ള, അല്ല വിശ്വസനീയം വിട്, അത് എത്രത്തോളം ട്രൂ ആണ് എന്നുള്ളത്, ട്രൂ ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ല നമ്മള് വിശ്വസിക്കേണ്ട കേസുള്ളൂ. അതായത് ദുബായ് അലേ റോഡിൽ ആകെ ഒരു ചായക്കട ഉണ്ടായിരുന്നു പണ്ട്. അത് ഈ കടയാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ, ഞാനൊരു മാപ്പിൽ കണ്ടതാണ്. അന്ന് അവിടെ ഫുള്ള് കച്ചയായിരുന്നല്ലോ. അപ്പൊ ആ കടയിൽ അബൂക്കയാണ് കട നടത്തിയത്. ആ അബൂക്കയുടെ കടയാണ് പിന്നെ അബൂക്ക് അത്ര ആയതും എന്നാണ് ഒരു കഥ. ഋഷി വര്യന്മാർ പറയുന്നത് ഒരു കഥ. നിങ്ങൾക്ക് ഏത് കഥ വേണം എടുക്കാം. ഓക്കെ, സോ നമുക്ക് അബു കട്ടറിൽ എത്തിയിട്ട് കാണാം. പുല്ലൊന്നും മര്യാദക്ക് പിടിക്കുന്നില്ലല്ലോ. ഇത് ഇവിടെയൊക്കെ കച്ചയായിരുന്നു. ഇതാണ് കിരണിന്റെ പണ്ടത്തെ സൈറ്റ്. ഈ പുല്ലും ഈ ചെടിയും ഈ മരങ്ങളും ഒക്കെ ഇവന്റെ പിള്ളേരാണ്. നീ പോയപ്പോ പിള്ളേരൊക്കെ നന്നായി. നീ ഉള്ളപ്പോഴാണ് ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടായത്. D3 ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്ട്. നമ്മൾ അന്ന് പോർഷന്റെ ഇവന്റ് വന്ന അതേ സ്ഥലം. അന്നല്ല, കഴിഞ്ഞ വ്ളോഗിൽ പോർഷന്റെ ഇവന്റ് വന്ന സ്ഥലമാണിത്. അവരെല്ലാം മൊത്തം ഇത് ചെയ്തിട്ടാ, ഡിസ്മാൻഡിൽ ചെയ്ത് അതിന്റെ ഇതെല്ലാം. ഇതാണ് പോർഷന്റെ എക്സ്ക്ലൂസീവ് പാർക്കിംഗ് ഉണ്ടായിരുന്നത്. സോ നമ്മൾ ഇനി പോകുന്നത് ഇവിടെ നിന്നൊരു എത്ര മിനിറ്റ് ഉണ്ട്, 2 മിനിറ്റ് 3 മിനിറ്റ് അബു കട്ടറയിലേക്കുള്ളൂ. അബു കട്ടറ ഇവന്റെ സ്ഥിരം ചായ പിടിക്കുന്ന സ്ഥലമായിരുന്നു. ഇവനും പിന്നെ നമ്മളൊരു മറ്റേ ആളുണ്ടല്ലോ അവിടെ, നിന്റെ അവിടെ ഒരാളില്ലേ, ഫഹദോ? അല്ലടാ, ഫഹദല്ല. ഫഹദ് മറ്റേ വേറെ കമ്പനി അല്ലേ? ഫഹദല്ല, അംജിദ് ഭായ്. അംജിദ് ഭായ് സബ് ഖൈറത്ത്, ചായ പിയാ ചോയ്യേ. അംജിദ് ഭായിനെ വിളിക്ക്. ഫോൺ പൊക്കിയിട്ട് ക്യാമറക്ക് കാണിച്ചു കൊടുക്കുന്ന, പിന്നെ ഒരു 500 കൂടെ കിട്ടും. गुड मॉर्निंग सर जी, कैसे हो? क्या मैं तो ठीक हूँ, खैरियत. किधर है जी आप? मैं बिल्डिंग नंबर 3 के बैक साइड. अच्छा, आ जाइए, इधर चाय पीते हैं अबू कतरा में. आप उधर हैं? हाँ, अभी बस पहुँचने वाले. आ रहा है 2 मिनट में. ठीक है. ओ शकील भाई है? हाँ शकील भाई. हाँ, उनको भी ले जाए. ഓക്കെ, സോ അംജിദ് ഭായിനെ ഓർമ്മിപ്പിച്ചു. അംജിദ് ഭായി വന്നു. മുമ്പിൽ കാണുന്നതാണ് റാസൽഖോർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതെ, ദുബായിൽ മെയിൻലി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. ഇല്ല, നീ പറ. എന്റെ ഈ ഡയലോഗ് ഈ വ്ളോഗിൽ കൂടെ തന്നെ ഒരുപാട് തവണ നിങ്ങൾ കേട്ടത്.
അതൊന്നും കൂടെ പറ. ഒരു തിരിച്ചുപോക്ക്. വേണ്ട, ഇനി ഒരു തിരിച്ചുപോക്കില്ല ശശി എന്ന് പറഞ്ഞത്. ഞാൻ തന്നെ പറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നല്ല. ഓക്കെ, ഇവൻ ആരും ഇവിടെ ദുബായിൽ വന്നാലും ഇവന്റെ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ മറ്റേ സഞ്ചാരത്തിൽ സ്ഥിര ഡയലോഗില്ലേ മറ്റേ പുള്ളി ആട്ടുംകുട്ടിയിലും നമ്പർ കഴിഞ്ഞാൽ അതിന്റെ ബാക്കോട് എടുത്തിക്കോ. അത് കിട്ടാം. പാർക്കിംഗ് സ്പോട്ട് അനുസരിച്ച്. സോ ദിസ് ഈസ് അബു കട്ര. ഇതാണ് അബൂക്കട്ര. കുഴപ്പമില്ല, നീ വിട്ടോ, നേരെ വിട്. ബോർഡൊക്കെ കണ്ട തമാശയുടെ ചോദിച്ചേ. സോ അങ്ങ് ദൂരെ ബുർജ് ഖലീഫ ഉണ്ട്. ബുർജ് ഖലീഫ വ്യൂവില് ചീപ്പായിട്ട് ചായ കുടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഡൗൺ ടൗൺ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 4 ആളെ ചായയും കടീൻ്റെ പൈസക്ക് ഒരു അരച്ചായ കുടിക്കാം. സോ ഇവിടെ നല്ല വ്യൂ ആണ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഞാനിവിടെ ഇടയ്ക്ക് വന്ന് ചായ കുടിക്കാതിരിക്കുന്നത് എന്താ അറിയാം, വൈകിട്ട് ഭയങ്കര ഭീകരമായ രസമായിരുന്നു. മോട്ടിവേഷൻ ഒന്നുമല്ല, ഒരു ഭയങ്കര എന്താ പറയുക, വേറെ തന്നെ മൂടാണ്. ഞാൻ ചിലപ്പോൾ നിന്നെ വിളിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് കൂടെ ഡ്രൈവ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടുത്തെ നമ്മൾ പണ്ട് ചായ കുടിക്കാൻ വരുന്ന ഓർമ്മ വരും. ഞാനിപ്പോൾ നേരെ ഇങ്ങോട്ട് കേട്ടു. അവിടുത്തെ മറ്റേ ഒരു മനുഷ്യനല്ലോ സ്ഥിരം ചായ ഉണ്ടാക്കി തരുന്ന മനുഷ്യൻ. ഇല്ല, ചായ അല്ല, സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുന്ന മനുഷ്യൻ. ഇവിടെ കുറച്ച് വർത്താനം പറഞ്ഞ് ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് വണ്ടി ഇവിടുത്തെ നിർത്തി. കാരണം ഭയങ്കര പാർക്ക്, ഭയങ്കര തിരക്ക്, ഫുൾ പാർക്ക്. ഞാൻ ഇവിടെ തന്നെ നിർത്തി. എടാ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ചെന്നൈൻ്റെ അടുത്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഓവർലുക്കിംഗ് സ്കൈലൈൻ, അതാണ് അതുകൊണ്ട്. അപ്പോൾ അബു കട്രയിലെ ചായ. Very normal day turned to an unexpected and happening morning. Thanks to you, man. എടാ, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ പോയിട്ട് നീ എവിടെയെങ്കിലും പെട്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പെട്ടിട്ടുണ്ട്, മുതലാളി മറന്നു പോയതാ ബസ്സിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോന്നു. എങ്ങനെ ബാർബർ ഷോപ്പിൽ 5 രൂപയ്ക്ക് വിടല? ആ, ബാർബർ ഷോപ്പിൽ 5 ഉറുപ്പിക. അത് എന്നെ ഓഫീസ് പറ്റിച്ചതാ. നീയാ പറ്റിച്ചതേ? ആടാ, നീയൊക്കെ എന്നെ പറ്റിക്കും. ഞാനിങ്ങനെ പറ്റാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണല്ലോ. പറ്റി തേഞ്ഞു പോയിട്ടുണ്ട്. ശരി, കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ അടുത്ത വ്ളോഗുമായി കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഡ്രിങ്ക് റെസ്പോൺസിബിലിറ്റി കൈ മാറ്റണം. ഡ്രിങ്ക് റെസ്പോൺസിബിലിറ്റി താൻ എന്താടാ ഈ പറയുന്നത്? താൻ എന്ത് തേങ്ങയാടാ ഈ പറയുന്നത്? സ്മോക്ക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, പീസ് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഇവനെങ്ങനെയാണ് ഇടയ്ക്ക് ഇങ്ങനെയാണ് കിളി പോയി പോകും. ശരി, ബൈ.